ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടിയിട്ടുള്ള കേരള പാഠാവലിയുടെ ഒരു മാതൃകാ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. കാരണം ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് വരിക എന്നും അവയ്ക്ക് ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ പാർട്ട് 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 1 മാർക്കാണ് ഒരു ചോദ്യത്തിന്. ഒന്നാമത്തെ ചോദ്യം, ചീനവലയ്ക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ, മുരിങ്ങാ മരത്തോപ്പ്. ഇവിടെ ഉറക്കം നടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഗാഢമായി ഉറങ്ങുക, സ്വപ്നം കാണുക, കപടത കാണിക്കുക, അലഞ്ഞു നടക്കുക. ഉത്തരം കപടത കാണിക്കുക എന്നതാണ്. ഉറക്കം നടിക്കുക, കപടത കാണിക്കുക. രണ്ടാമത്തെ ചോദ്യം, കാര്യകാരണ ബന്ധം വിശകലനം ചെയ്ത് ശരി ഉത്തരം കണ്ടെത്തുക. കാര്യം, ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കാൻ യൂസഫിന് കഴിയുന്നില്ല. കാരണം യൂസഫിന് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു. തേൻ. എ, കാര്യവും കാരണവും ശരി. ബി, കാര്യം തെറ്റ് കാരണം ശരി. സി, കാര്യം ശരി കാരണം തെറ്റ്. ഡി, കാര്യവും കാരണവും തെറ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൃത്യമായി വായിച്ചിട്ട് വേണം അതിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം എഴുതാൻ. കാരണം ഓപ്ഷൻ വായിച്ചിട്ട് തെറ്റിപ്പോകരുത്. അപ്പോൾ കാര്യവും കാരണവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. കാരണം കാര്യം ശരിയാണ്, കാരണം തെറ്റാണ്. കാര്യം, ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കാൻ യൂസഫിന് കഴിയുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ യൂസഫിന് അക്ഷരജ്ഞാനം ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കാര്യം ശരിയാണ്, കാരണം തെറ്റ് എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം. ചോദ്യം 3, മനസ്സി രുചിജനകം എൻ്റെ ചിറകുമണി കനകം ഇതുകൊണ്ടാകാ നീ ധനികൻ. ഈ സന്ദർഭത്തിൽ പ്രകടമാവുന്ന ഹംസത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്ത്? ധനത്തോടുള്ള അമിതമായ ആഗ്രഹം, രാജാവിൻ്റെ തെറ്റുതിരുത്താനുള്ള ആർജവം, സൗന്ദര്യത്തിലും സമ്പത്തിലുമുള്ള അഹങ്കാരം, രാജകുടുംബത്തോടുള്ള അതിരറ്റ സ്നേഹം. ഇതിൻ്റെ ഉത്തരം ബി ആണ്. രാജാവിൻ്റെ തെറ്റ് തിരുത്താനുള്ള ആർജവം. തന്നെ പിടിച്ചതുകൊണ്ട് നളൻ ധനികനാവില്ല എന്ന കാരണം സൂചിപ്പിച്ചുകൊണ്ട് രാജാവിനെ തിരുത്താനുള്ള ആർജവമാണ് ഇവിടെ കാണുന്നത്. ചോദ്യം 4, തന്നിരിക്കുന്നവയിൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയത് ഏത്? വൃക്ഷത്തലപ്പ്, വൃക്ഷത്തിൻ്റെ തലപ്പ്, നിർമ്മല തടാകം, നിർമ്മലയും തടാകവും, സ്ഫടിക പാത്രം, സ്ഫടികം കൊണ്ടുള്ള പാത്രം, ഉത്തരേന്ത്യ, ഉത്തരവും ഇന്ത്യയും. ഓപ്ഷൻസ്: എ 1, 2 ശരി, ബി 2, 4 ശരി, സി 1, 3 ശരി, ഡി എല്ലാം ശരി. അപ്പോൾ ഇവിടെ ഉത്തരം സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 ശരി എന്നതാണ് ഉത്തരം. ഇനി അടുത്ത പാർട്ട് 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3 or 4 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്. ചോദ്യം 5, ദ്രോണരാമാചാര്യർ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട. കർണന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കാവ്യ സന്ദർഭത്തിൽ പ്രകടമാകുന്നത്? കണ്ടെത്തി എഴുതുക. ഉത്തരം: തന്നെക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ മറ്റൊരാൾ സേനാപതിയാകുന്നതിനെ കർണൻ എതിർക്കുന്നു. കർണന് എളുപ്പത്തിൽ നേടിയെടുക്കാമായിരുന്ന സേനാപതിയുടെ സ്ഥാനം യാതൊരു നഷ്ടബോധവുമില്ലാതെ ത്യജിക്കാൻ കർണന് കഴിയുന്നു. ചെറിയ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി മാതാപിതാക്കളെ പോലും തള്ളിപ്പറയുന്ന ഇന്നത്തെ തലമുറയ്ക്ക് കർണനിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. ചോദ്യം 6, അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കുക. പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും പാടങ്ങൾ മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി. ഉത്തരം: പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോയി പാടങ്ങൾ മാഞ്ഞു പോകാൻ തുടങ്ങി അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി. അപ്പോൾ ഇങ്ങനെ അർത്ഥവ്യത്യാസം കൂടാതെ ഒറ്റവാക്യം ആക്കാനും, പല വാക്യങ്ങൾ തന്നിട്ട് ഒറ്റവാക്യമാക്കാനും, ഒരു വാക്യം തന്നിട്ട് പല വാക്യങ്ങളാക്കാനും ചോദ്യം വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വെക്കുക. ചോദ്യം 7 എ ക്വസ്റ്റ്യൻ, തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശി വെള്ളത്തിൻ്റെ മകൾ, ആലപ്പുഴ വെള്ളം. ദേശത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വരികൾ നൽകുന്നത്? ഉത്തരം: തൊണ്ടു ചീഞ്ഞു മണമുള്ളതും ഉപ്പിൻ്റെ രുചിയുള്ളതുമായ കടും ചായയുടെ നിറമുള്ള
കലങ്ങിയ വെള്ളമെന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൻ്റെ മലിനീകരണം എത്രമാത്രം എന്ന് ഈ വരികൾ കാണിച്ചു തരുന്നു. ആ ദേശത്ത് ശുദ്ധജലം കിട്ടാനില്ലെന്നും ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി വലയുകയാണെന്നും ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ബി, വാടി വീണേക്കാം നാളെ തയ്യുകൾ, പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ. പ്രയാണം. ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് എത്രമാത്രം പ്രസക്തമാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. ഉത്തരം, തൈകൾ വാടി വീണാലും പുതിയ പൂന്തോട്ടങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ശാസ്ത്രത്തിന്റെ പുരോഗതി. ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ എത്ര എണ്ണം തിരസ്കരിക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും പുതിയത് ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത പാർട്ട് 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. 5 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അരപ്പുറം എന്ന് പറയുമ്പോൾ അര പേജാണ്. ഒരു സൈഡിലെ പകുതി ഭാഗം വരെയും എഴുതുക. ചോദ്യം 8, താഴെ കൊടുത്തിരിക്കുന്ന ഭാഗത്തെ പ്രധാന ആശയങ്ങൾ 3-1 ചുരുക്കി എഴുതുക. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ചുരുക്കി എഴുതുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയ കാര്യം മാത്രം, പ്രധാനപ്പെട്ട കാര്യം മാത്രം എഴുതുക. അപ്പോൾ 3-1 ചുരുക്കി ആശയം കിട്ടും. പുസ്തകത്തിന് വേണ്ടി പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കാൻ മടിക്കാത്തവരും ഉണ്ടായിട്ടുണ്ട്. ചാൾസ് ലാം പട്ടിണി കിടന്ന് പുസ്തകം വായിച്ച ആളാണത്രേ. ഇറാസ്മസ് എന്ന വിസ്തൃതനായ ഡച്ച് പണ്ഡിതൻ അഭിപ്രായപ്പെട്ടത് പണം കൊണ്ട് വല്ലതും വാങ്ങാനുണ്ടെങ്കിൽ പുസ്തകങ്ങളായിരിക്കണമെന്നും ബാക്കി വന്നാൽ അതും കൊണ്ടും പുസ്തകം വാങ്ങണമെന്നാണ് എമേഴ്സൺ പറയുന്നത്. ഒരു വലിയ മനുഷ്യനായി തീരണമോ വലിയ ഒരു വായനക്കാരൻ കൂടി ആയിരിക്കണമെന്നാണ്. മഹാന്മാരെല്ലാം വീഴ്ച കൂടാതെ ഇറങ്ങിക്കുളിച്ച ഒരേ ഒരു പുണ്യതീർത്ഥമാണ് പുസ്തകം. എല്ലാ പുസ്തകങ്ങളും ഭോജ്യങ്ങളല്ല, പലതും അഭക്ഷ്യങ്ങളാണ്. വായനയുടെ ലോകത്തിലാണ് ഇന്ന് ഏറ്റവും അധികം ഭക്ഷ്യവിഷബാധ നടമാടുന്നത്. വിഷം, ചെളി, കല്ല്, മരപ്പൊടി ഇവയ്ക്കൊക്കെ തുല്യങ്ങളായ ഗ്രന്ഥങ്ങളുണ്ട്. മികച്ച കൃതികൾക്ക് വായനക്കാർ ഇല്ലാതിരിക്കുകയും പൊട്ടക്കൃതികൾക്ക് കണക്കില്ലാതെ വായനക്കാർ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മുടെ ഇന്നത്തെ കിടപ്പ്. വായിക്കാൻ പാടില്ലാത്തവ വായിക്കാൻ ആൾ കൂടുമ്പോൾ വായന സാമൂഹ്യമായ ഒരു വൻവിനയായി തീരുന്നു. അപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം 3-1 പ്രധാന ആശയങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ചുരുക്കി എഴുതുക. ചോദ്യം 9, അടിയന്തരമ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ്. റെസിഡന്റ് എഡിറ്റർ. സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് വെങ്കടേശ്വര അയ്യങ്കാർ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുക. ഉത്തരം, റെസിഡന്റ് എഡിറ്റർ എന്ന പാഠഭാഗത്തെ പ്രധാന കഥാപാത്രമാണ് വെങ്കടേശ്വര അയ്യങ്കാർ. വർഷങ്ങളായി പത്രത്തിൽ ജോലി ചെയ്തിട്ടും ചീഫ് എഡിറ്റർ പോസ്റ്റ് തനിക്ക് ലഭിക്കാത്തതിൽ അയാൾക്ക് ദേഷ്യമുണ്ട്. തന്നേക്കാൾ ജൂനിയറായിട്ട് വന്നവരൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ അത് നോക്കി നിൽക്കുന്ന അയാൾക്ക് അസൂയയും കുശുമ്പുമുണ്ട്. തനിക്ക് പ്രൊമോഷൻ ലഭിക്കാൻ എന്തും ചെയ്യാൻ അയ്യങ്കാർ തയ്യാറാകുന്നു. അങ്ങനെയാണ് പത്രമുടമയെ പോയി കാണുന്നതും തനിക്ക് ലഭിച്ചതൊന്നും പോരാ, ചീഫ് എഡിറ്റർ പദവി വേണമെന്നും പറയുന്നത്. അത് കേട്ടപ്പോൾ അയാളെ പുച്ഛിച്ചുകൊണ്ടാണ് പത്രമുടമ കൊതിയനായ നിനക്ക് അത് ചെറിയ പോസ്റ്റാണെന്ന് പറയുന്നത്. ചോദ്യം 10, മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. അന്നന്നത്തെ മോക്ഷം. ഞാനൊരാൾ മാത്രം എൻ്റെ മോണിറ്ററിൽ ദൂരം വളർന്നു പോവും സൈബറിൽ. വേറെ ഏതോ പ്രപഞ്ചസാരങ്ങളിൽ ഭൂമി കൈവിട്ടൊരേകാന്ത യാത്രകൾ. സൈബർ നിലാവ്. ആലങ്കോട് ലീലാകൃഷ്ണൻ. നവമാധ്യമകാല ജീവിതത്തെക്കുറിച്ചുള്ള 2 കാവ്യഭാഗങ്ങളിലെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ നവമാധ്യമങ്ങൾ എത്രത്തോളമാണ് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നതെന്നും നവമാധ്യമങ്ങളുടെ പ്രാധാന്യവും അതുപോലെ നവമാധ്യമങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ഇതെല്ലാം കൂടെ ചർച്ച ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണമാണ് കുറിപ്പായി എഴുതേണ്ടത്. ചോദ്യം 11 എ ആണ്. എ ക്വസ്റ്റ്യൻ. സ്ഫടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിയിൽ ഞാൻ കണ്ടതാണ്. ഇനി ചെല്ലുമ്പോഴും അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നത് വരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കുക. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ബുദ്ധൻ നൽകുന്ന ഈ ഉപദേശം സമകാലിക സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ ബുദ്ധൻ തൻ്റെ ശിഷ്യനോട് പറയുകയാണ്, ആ അരുവിയിൽ ഞാൻ തെളിഞ്ഞ വെള്ളം കണ്ടതാണ്.
ശിഷ്യൻ പോയപ്പോൾ ആ വെള്ളം എടുക്കാൻ പോയപ്പോൾ ആ കുളത്തിലെ ആ അരുവിയിലെ വെള്ളം മുഴുവൻ കലങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്തിട്ടും അരുവിയിലെ വെള്ളം കലങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന് ദേഷ്യം വരികയും തൻ്റെ ഗുരുവിനോടത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, ഞാൻ പോയപ്പോൾ ആ അരുവിയിലെ വെള്ളം പരിശുദ്ധമായിരുന്നു. അപ്പോൾ ഇനി നീ ചെല്ലുമ്പോഴും അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ അത് തെളിയുന്നത് വരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കാൻ ഉപദേശിക്കുന്നു. അതായത് നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ ഒറ്റ തവണ കൊണ്ട് നമ്മുടെ ലക്ഷ്യം നടപ്പാകണമെന്ന് ഇല്ല. നമ്മൾ പലപ്പോഴും അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. അപ്പോൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് എത്ര കലക്കി മറിച്ചാലും വെള്ളം തെളിഞ്ഞു വരുന്നത് പോലെ തന്നെ, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നതുപോലെ തന്നെ സത്യം എത്ര മൂടി മറിച്ചാലും ഒരിക്കൽ പുറത്ത് വരുമെന്നും സത്യത്തിന് മാത്രമാണ് നിലനിൽപ്പ് എന്നും നന്മയ്ക്ക് മാത്രമാണ് നിലനിൽപ്പ് എന്നും ഒരു ഉപദേശവും കൂടി ബുദ്ധൻ ഇതിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പരിശ്രമിക്കുമ്പോൾ നമുക്ക് എന്തും കൈവശപ്പെടുത്താം, പരിശ്രമിക്കുന്നതിലൂടെ മാത്രമേ ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കൂ എന്നും ഒരു ഉപദേശം. അങ്ങനെ 2 ഉപദേശങ്ങളാണ് ഇവിടെ ബുദ്ധൻ ശിഷ്യന് നൽകുന്നത്. അപ്പോൾ സമകാലിക സമൂഹത്തിന് അത് വളരെ പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങളാണ്. നന്മയുടെ പാതയിലൂടെ നടക്കണമെന്ന ഒരു ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ എത്ര മൂടി മറിച്ചാലും നന്മ, സത്യം പുറത്തേക്ക് വരുമെന്നുള്ളതും, അതുപോലെ തന്നെ പരിശ്രമം എന്തിൻ്റെയും വിജയത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് പരിശ്രമം തന്നെയാണെന്നും കുറുക്ക് വഴിയിലൂടെ ഒന്നും നേടാൻ സാധിക്കില്ല എന്നും ബുദ്ധൻ ഉപദേശിക്കുന്നത് സമകാലിക സമൂഹത്തിന് വളരെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ആശയങ്ങളെല്ലാം കൂടി ചേർത്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ക്വസ്റ്റ്യൻ ബി, പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ, പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ, പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മുരിങ്ങാമരത്തോപ്പ്. ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തെ ആകർഷകമാക്കുന്നത് എങ്ങനെ? നൽകിയ സൂചനയും കഥയിലെ സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ ഇത് വാഗ്മയ ചിത്രങ്ങളാണ്. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ആ ഒരു സന്ദർഭത്തെ വായനക്കാരൻ്റെ മനസ്സിലേക്കും കണ്ണിലേക്കും കൊണ്ടെത്തിക്കുന്ന വാങ്മയ ചിത്രങ്ങളാണ്. അതായത് വാക്കുകളിലൂടെ ഒരു ചിത്രത്തെ വായനക്കാരന് മുമ്പിൽ എത്തിക്കുന്നതിനെയാണ് വാങ്മയ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തെ കൂടുതൽ ആകർഷകമാക്കും. ഇത് വാങ്മയ ചിത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വാക്യങ്ങൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്താനും അത് കൂടുതൽ ഭംഗിയുള്ളതായി തോന്നാനും വളരെ ആകർഷകമായി ആ ഒരു കഥാസന്ദർഭം തോന്നുവാനും ഇത്തരത്തിലുള്ള വാക്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കഥയിലെ മറ്റുള്ള സന്ദർഭങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഇത്തരത്തിലുള്ള വാക്യങ്ങൾ കഥാസന്ദർഭത്തെ എങ്ങനെയാണ് ആകർഷകമാക്കുക എന്നത് നിങ്ങൾ കൃത്യമായി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം, ചുവടെ നൽകിയ ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 മാർക്കാണ് ഒരു ചോദ്യത്തിന് 7 മാർക്കാണ്. 12ന്റെ എ ക്വസ്റ്റ്യൻ, മലയാള ഭാഷാ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. തിരുവനന്തപുരം. സർക്കാർ ഉത്തരവുകളും ജില്ലാ കോടതി വരെയുള്ള വിധിന്യായങ്ങളും മലയാളത്തിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന മലയാളം ഭാഷാ ബില്ലുമായി സംസ്ഥാന സർക്കാർ. ബിൽ നിയമമാകുന്നതോടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കും. ഭാഷയുടെ വളർച്ച, പരിപോഷണം, പരിപാലനം എന്നിവ ഉറപ്പുവരുത്താനും ബിൽ ലക്ഷ്യമിടുന്നു. ഇതൊരു ന്യൂസ് റിപ്പോർട്ടറാണ്, ഒരു പത്രവാർത്തയാണ്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. അപ്പോൾ തന്നിരിക്കുന്ന പത്രവാർത്തയും പാഠഭാഗവും വിശകലനം ചെയ്ത് പഠനം മാതൃഭാഷയിൽ എന്ന വിഷയത്തിൽ കേരളപ്പിറവി ദിനത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ പ്രഭാഷണം എന്ന് പറയുന്നത് പ്രസംഗമല്ല. പ്രസംഗം എന്നത് ഒരു വേദിക്ക് മുൻപിലാണെങ്കിൽ പ്രഭാഷണം എന്നത് നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് സദസ്യർ എന്ന് പറയുന്നത്. നമ്മുടെ സദസ്സ് എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചു വരുത്തിയ പ്രബുദ്ധരായിട്ടുള്ള ഒരു സദസ്സാണ്. അപ്പോൾ വിഷയം മുൻകൂട്ടി അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം ആധികാരികമായിട്ട് വേണം നമ്മൾ പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ രണ്ടും, ഈ ഒരു പത്രപരസ്യവും അതുപോലെ തന്നെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ഈ ഒരു പാഠഭാഗത്തെ ആശയങ്ങളാണെങ്കിലും ഇത് രണ്ടും
മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. മാതൃഭാഷയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ അറിവിൻ്റെ ഉറവിടം. മറ്റുള്ള ഭാഷകൾ എത്ര തന്നെ പഠിച്ചാലും അതെല്ലാം വെറും വളർത്തമ്മമാരാണ്. നമ്മുടെ കവി ഭാഷ്യം എടുത്തു നോക്കുമ്പോൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻഭാഷ താൻ എന്ന കവിവചനവും കൂടി വള്ളത്തോളിൻ്റെ കവിവചനവും കൂടി ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് ഈ ഒരു പത്രവാർത്തയും കഥാകാരൻ്റെ ഈ ഒരു പാഠഭാഗ സന്ദർഭവും തെളിയിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം മലയാള ഭാഷയ്ക്ക് നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാതൃഭാഷയ്ക്ക് നൽകേണ്ടതുണ്ട്. എല്ലാ ജനങ്ങൾക്കും അവരവരുടെ മാതൃഭാഷ അത്രത്തോളം പ്രധാനമാണ് എന്ന രീതിയിൽ വേണം ഈ ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതൃഭാഷയുടെ ആ മൂല്യം കുറഞ്ഞു പോകുന്നുണ്ട്. മാതൃഭാഷ പഠിക്കുന്നതും പറയുന്നതും ഒക്കെ എന്തോ ഒരു കുറച്ചിലായി കാണുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ട് വേണം ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാതൃഭാഷയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുക, മാതൃഭാഷ ഓരോ മനുഷ്യനും എത്രത്തോളം പ്രധാനമാണെന്ന് എടുത്തത് കാണിക്കുക. എത്രയൊക്കെ ആശയങ്ങൾ നമ്മൾ പഠിച്ചാലും മാതൃഭാഷയിൽ പഠിക്കുന്നത് പോലെ ആവില്ല എന്നും, എത്ര വലിയ മഹത് ഗ്രന്ഥങ്ങളും നമ്മൾ മാതൃഭാഷയിലൂടെയാണ് മനസ്സിലാക്കിയതെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മാതൃഭാഷ ഇന്ന് എത്രത്തോളം താഴ്ചയിലേക്ക് പോകുന്നുവെന്നും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും കൃത്യമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ, ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതാഭാഗത്തിന് ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിന് കൃത്യമായിട്ടൊരു മോഡലുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ, ആ ഒരു മാതൃകയിൽ തന്നെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു കവിതയുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കവിതയും മറ്റൊരു കവിതയുടെയും ആശയങ്ങൾ കൂട്ടിച്ചേർത്തോ ആണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടി വരിക. അപ്പോൾ ആസ്വാദനക്കുറിപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ആദ്യം തന്നെ പഠിച്ചു വെക്കുക. അതറിയില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ ആസ്വാദനക്കുറിപ്പിൻ്റെ ഫോർമാറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കവിത നോക്കാം. മലമുകളിൽ ഇരിക്കെ കൂട്ടിന് കുളിർക്കാറ്റും കിളികളുമല്ലോ, തെളിമഞ്ഞു പുതച്ചു മിനുങ്ങും ഒരിളവയിൽ കളിച്ചിരിയല്ലോ, അരുമയുടൻ കാൽക്കലൊതുങ്ങും കരി എഴുതിയ പൂക്കളുമല്ലോ, അരികത്തെ പൊന്തയിൽ വീടുള്ളൊരു കിളിതൻ പേടിയുമല്ലോ, അകലത്തു മഴക്കാർ മൂടും മലനിരയും താഴെ കടലായി വിടർന്നു കിടക്കും പടവുകൾ തൻ പച്ചയുമല്ലോ, പുതുമഴയിൽ മദം കൊണ്ടിളകും പുഴയുടെ സംഗീതവുമല്ലോ, മലമുകളിലിരിക്കെ കൂട്ടിന് മിഴി നിറയെ പുലരിയുമഴകും, നിഴലോടും മേടുകളും പൂങ്കിളി പാടും പാടലുമല്ലോ. അപ്പോൾ സുഗതകുമാരിയുടെ മലമുകളിലിരിക്കെ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണിത്. അപ്പോൾ ആസ്വാദനം എഴുതുമ്പോൾ തന്നെ ഇതിൽ ഈ കവിതയുടെ ആശയം, ഇതാരാണ് എഴുതിയിട്ടുള്ളത്, ഏത് ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്, ഇനി കവിതാ സമാഹാരമാണെങ്കിൽ ഏതാണ് ആ സമാഹാരം, ഇവ ചേർത്ത് എഴുതുക. അതിനുശേഷമാണ് ഈ കവിതയുടെ ആശയം. ഈ കവിതയുടെ ആശയം എന്താണ്? പ്രകൃതിയുടെ മനോഹാരിത, പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോ ജീവൻ്റെയും പ്രകൃതിയോടുള്ള ബന്ധം, ഇവയൊക്കെയാണ് ഈ ഒരു കവിതയിൽ എടുത്തു കാണിക്കുന്നത്. അതുപോലെ ആസ്വാദന അംശങ്ങൾ, നിങ്ങൾക്ക് ഈ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആസ്വാദന അംശങ്ങൾ എന്തൊക്കെയാണെന്നും ഈ കവിതയുടെ സമകാലിക പ്രസക്തി, എപ്പോഴും ഒരു പ്രകൃതി കവിത ഇന്നത്തെ കാലഘട്ടത്തിൽ സമകാലിക പ്രസക്തി ആർജിക്കുന്നതാണ്. പ്രകൃതി ഉന്മൂലനം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ പ്രകൃതി ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതിയെ കൈപിടിച്ചുയർത്താൻ, പ്രകൃതിയെ രക്ഷിക്കാൻ, പ്രകൃതിയെ പച്ചപ്പോടുകൂടി നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടം കടന്നുപോയിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രകൃതി കവിത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകൃതി സൗന്ദര്യ കവിത, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ കവിതയൊക്കെ തന്നെ, അത്തരത്തിലുള്ള ഏത് കൃതികളാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സമകാലിക പ്രസക്തി ആർജിക്കുന്നവയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി പ്രകൃതിയെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കവിതയുടെ ആശയവും ആസ്വാദന അംശങ്ങളും സമകാലിക പ്രസക്തിയൊക്കെ കൂട്ടിച്ചേർത്ത് വേണം കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും
മലയാളത്തിൽ ഏതെങ്കിലും വിഷയത്തിൻ്റെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിന് ഉത്തരം നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും നന്ദി.